അപ്പൊ ഇന്നും നമുക്ക് പറമ്പമ്പൂള കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ച് വലിപ്പമുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പറമ്പമ്പൂള സാധാരണ ചിലപ്പോൾ നമുക്ക് വേവ് കിട്ടലില്ല. ഇത് നല്ലോണം വേവണ പൂളയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു പടു കൂട്ടാൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പടു കൂട്ടാൻ പറയുമ്പോൾ ദാ കറുത്തയാണ് മെയിൻ ആയിട്ടുള്ള സാധനം. പിന്നെ ഇതിക്ക് നിർബന്ധമായിട്ടും വേണ്ടതാണ് ചേമ്പും തണ്ട്. അപ്പൊ ചേമ്പും തണ്ട് പൂള കറുത്ത വെച്ചിട്ട് ഈ ഒരു മഴയത്തൊക്കെ നമുക്ക് സുഖമായിട്ടിരുന്ന് തിന്നാൻ പറ്റുന്ന പടുകൂട്ടാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പൊ നമ്മളെ തോട്ടത്തിൽ നിന്ന് നമുക്ക് കുറച്ച് പച്ചമുളകും ആവശ്യമായിട്ടുണ്ട്. കാന്താരി മുളകാണ് ഇതിക്ക് ഒന്നുകൂടി രസം ഉണ്ടാവുക. നമുക്ക് ഈ കറിക്കൊക്കെ നല്ല എരിവ് വേണം കേട്ടോ ഈ പടുകൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോഴേ. അപ്പോൾ കാന്താരി മുളക് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നല്ലോണം മൂത്ത പച്ചമുളകും ഉണ്ട്. അപ്പം അതും കൂടി പറിക്കാന്ന് കരുതി. നമ്മളെ കറുത്തൊക്കെ തൈയൊക്കെ നല്ല വലുപ്പത്തിൽ വന്ന് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് പറിക്കാനുള്ള വലുപ്പത്തിൽ ആയിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് കറുത്തൊക്കെ ഇപ്പൊ അപ്പുറത്തെ വീട്ടിലൊക്കെ നിറയുണ്ട്. അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ അതൊക്കെ. നമ്മളെ ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് ഇപ്പൊ നിറയെ മുളകിന്റെ തൈകളും അല്ലാത്ത തൈകളും എല്ലാം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താണെന്നറിയോ, പാമ്പ് വരുന്നുണ്ട് കേട്ടോ. വീണ്ടും ഈ മഴയത്ത് ഒരു തരം പാമ്പ് ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്ന കേക്കാം. നമ്മൾ മഴ പെയ്യുമ്പോഴാണ് ഇതുപോലുള്ള മരുന്നുകൾ, അതായത് ഔഷധ സസ്യങ്ങളൊക്കെ നമ്മളെ കണ്ണുപെടുക. കേട്ടോ, മുക്കുറ്റിയാണ് ഇത്. അലർജിക്ക് നല്ലൊരു മരുന്നാണ് കേട്ടോ. ഈ മുക്കുറ്റി ചെടിക്ക് കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഒന്നാമത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ശിവോതിക്ക് വെക്കാന്ന് പറയില്ലേ, അതിലായിട്ട് മുക്കുറ്റി വെക്കും. ഈ മുക്കുറ്റി ചെടി അരച്ച് കുറി തൊടും എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ നമ്മൾ ഈ അലർജിക്കാരാവുകൊണ്ട് നമുക്ക് കമന്റ് വരലുണ്ട് ഈ ഒരു ഇത് മരുന്നാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെയാ വെച്ചാൽ ഇത് 5 ഇങ്ങനെ എടുക്കണം. അത് വേരോടൊക്കെ പിഴുതെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ ഇത് പറിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറിക്കാതെ വെക്കണത്. അപ്പൊ എന്നാലും ഞാൻ കാണിച്ചു തരാം. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതിവിടെ. ഇതുണ്ടോ, ഈ മണ്ണിൽ തന്നെ പെട്ടെന്ന് ഇങ്ങനെ വേരോടൊക്കെ പിഴുതെടുക്കാൻ പറ്റും. അപ്പൊ ഇത് കഴുകിയിട്ട് ഇത് മൊത്തത്തിൽ അരയ്ക്കുക. ഇതിൻ്റെ ഒപ്പം 5 കുരുമുളക്, 5 മണി കുരുമുളകും ഈ സാധനം കൂടി നല്ലോണം അരച്ചിട്ട്, വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, അങ്ങനെ അരച്ചിട്ട് നമ്മൾ രാവിലെ ഡെയിലി കഴിക്കണമെന്ന്. അപ്പൊ അലർജി പെട്ടെന്ന് മാറും കേട്ടോ പറയാം. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ പറഞ്ഞു തന്നതുകൊണ്ടാട്ടോ ഞങ്ങൾ പറഞ്ഞു തരുന്നത്. പിന്നെ ഇത് കണ്ടോ, ആ വാസനയുള്ള തുളസിയാണിത്. ഇതൊന്നും ഈ വേനൽക്കാലമായാൽ കാണാൻ കിട്ടൂല, ഉണങ്ങി പോയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഇത് എന്തോ ഒരു മണമെന്ന് അറിയാം. വെറുതെ ഒരു തലപ്പെടുത്താൽ മതി. ഹായ്, നല്ല മണമുള്ള തുളസിയാണ്. അത് കണ്ടിട്ടുണ്ടോ എല്ലാവരും? അപ്പൊ എല്ലാ തരം സാധനങ്ങളും നമ്മളെ ഈ മതില് വേലിയരക്കിലുണ്ട് കേട്ടാ. നമ്മളെ കാന്താരി നിക്കണേ കണ്ടില്ലേ. ഇത് നമ്മളെ കറിക്ക് ഒരു പച്ചമുളക് ഒരു 3 ഇടണമെങ്കിൽ ഇത് 2 കൊടുത്താൽ മതി. അത്രയും എരിവാണ് കണ്ടില്ലേ. നല്ലോണം മൂത്തിട്ടുണ്ട്, പഴുത്തതും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഇരുന്ന് നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. കറുത്ത ചെത്തിയെടുക്കണം, ചേമ്പുതണ്ടിൻ്റെ തൊലി കളയണം. നല്ല ചൊറിച്ചിലുണ്ടാവും. നീരൊന്നും ആവാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തൊലി കളഞ്ഞെടുക്കണം. പിന്നെ പൂളൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളെ കറി വെക്കാൻ എടുക്കലില്ല. ഇത് നമ്മളെ റെഡ് ലേഡിയാണ് കേട്ടോ. ഇത് പഴുത്തിട്ടാണ് ഞങ്ങൾ എടുക്കല്. അപ്പോൾ ഇത് പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം നമുക്ക് മഴയൊക്കെ ഒന്ന് മാറട്ടെ, എന്നിട്ട് കുത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പടുകൂട്ടം മാത്രമല്ല കേട്ടോ കറി, ഇതിക്ക് ചിക്കൻ്റെ പാർട്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അത് വരട്ടിയെടുക്കണം. പിന്നെ ഇതുമാണ് കേട്ടോ. അപ്പം ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് റെഡി ആക്കി എടുക്കട്ടെ ആദ്യം കേട്ടോ. ഒക്കെ ആദ്യം ഇങ്ങനെ ക്ലീൻ ആക്കി വെച്ചിട്ട് എടുത്തിങ്ങനെ അരിഞ്ഞാൽ മതിയല്ലോ. അതാണ് കേട്ടോ ആദ്യം തന്നെ അതൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെക്കണേ. ഈ ചേമ്പുതണ്ട് കുറേ ഉണ്ട് കരുതും. പക്ഷെ ഇത് നമ്മൾ അരിഞ്ഞ് ഇത് വെന്ത് വരുമ്പോഴേക്കിന് കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു രണ്ട് തണ്ട് വെട്ടിയതാണിത്. അതാണ് കേട്ടോ ഇതിങ്ങനെ വെട്ടി വെട്ടി കഷ്ണാക്കി വെച്ചത്.
ഷേപ്പിലാണ് നമ്മൾ അരിയണത് കേട്ടോ. ചേമ്പുന്നണ്ട് നല്ല കട്ടി കുറച്ച് പൂള കൊത്തി ഇട്ടു കറുത്തേന എങ്ങനെ. അപ്പോൾ ഈ ചേമ്പുന്നണ്ട് ഇതിൽ കിടക്കുമ്പോൾ വാടി പോവാതെ തീ കത്തിച്ച് നല്ലോണം വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്താ പറയുക തൊണ്ടയൊക്കെ നല്ല ചൊറിച്ചിലുണ്ടാവും. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വെച്ചാലൊക്കെ നമ്മൾ ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ മാസത്തിൽ ഇങ്ങനത്തെയൊക്കെ പച്ചക്കറി നല്ലോണം കഴിക്കാമെന്നൊക്കെ പറയാം കേട്ടോ. ഈ കറുത്തി അതേപോലെ ഇലക്കറികൾ 10 ഇല പച്ചക്കറികളൊക്കെ കഴിക്കാമെന്ന് പറയാം. നമ്മൾ ഒരുവിധ ഇലക്കറികളൊക്കെ നമ്മൾ കൂട്ടുന്നുണ്ട്. ഇന്ന് ഈ ഒരു കറിയുള്ള കാരണം ഒന്നും ഇപ്പോൾ ഇല എടുക്കണില്ല. അല്ലെങ്കിൽ മുരിങ്ങയില, പലതരം ചീര ഉണ്ട്, ചുമപ്പും പച്ചയും ഇംഗ്ലീഷ് ചീര, സൈമൻസ ചീര, അപ്പോൾ അങ്ങനത്തെ ഇലകളുണ്ട്. അതെല്ലാം നമ്മൾ എടുത്തിട്ട് തോരൻ വയ്ക്കലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്നത് എല്ലാം നമ്മൾ ഉപയോഗിക്കും, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഈ ചേമ്പുന്നണ്ട് ഉള്ളതുകൊണ്ടേ ഇത് കഴുകുമ്പോൾ ഈ വെള്ളത്തിൽ കൈയിടണത് നല്ലത്. ഇങ്ങനെ ഒരു ഓട്ടക്കൈയിലുണ്ടെങ്കിൽ കോരി ഇട്ടുകൊണ്ട് കേട്ടോ, അല്ലെങ്കിൽ നല്ല ചൊറിച്ചിൽ കിട്ടുക. തോരാത്ത മഴയാണ് കേട്ടോ. ഇപ്പം മാത്രം മഴ വിട്ട് നിന്നിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പറ്റിയതില്ല. അപ്പോൾ നമ്മൾ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേവുന്ന സമയത്തേക്ക് താളിക്കാനുള്ള ചെറിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളിയും കൂടി ചെറുതാക്കി അരിഞ്ഞെടുക്കണേ. ഇതാണ് നമ്മൾ പാർട്സ്. ഇതിവിടെ അതിൻ്റെ അത് മാത്രമേ കേട്ടോ, ചിക്കൻ്റെ പീസുകളൊന്നുമില്ല. അപ്പോൾ ഇത് മാത്രം നമുക്കൊന്ന് വരട്ടിയെടുക്കണം. ഇനി നമ്മൾ തേങ്ങ അരച്ചൊന്നും ഒഴിക്കണില്ല കേട്ടോ. ഞങ്ങൾ തേങ്ങ അരച്ചും വെക്കലുണ്ട്, അരക്കാതെയും വെക്കലുണ്ട്. അമ്മ പറഞ്ഞു തേങ്ങ അരക്കാത്ത കറി മതിയെന്ന്. തേങ്ങ അരക്കാതെ വെറുതെ ഇങ്ങനെ താളിച്ച് വെച്ച് ആ കറിയാണ് രസം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ പോകണം. നമ്മളെ കറി ഇതുണ്ടാവും. കുക്കറിൽ ഞാൻ വിസിലടുപ്പിച്ചതായിരുന്നു കേട്ടോ. കാര്യം എന്താ വെച്ചാൽ കിടന്ന് നല്ലോണം വേവാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അത് ചൊറിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതാ വിസിലടുപ്പിച്ച് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു തൈര് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിരുന്നു, പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത്. അതപ്പുറത്ത് ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടി ഞാൻ മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ മൂപ്പിക്കുകയാണ് കേട്ടോ. നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. ഇതെന്താ മനസ്സിലായോ, ഇത് കൂണാണ് കേട്ടോ. കൂണ് ഇത് അമ്മയ്ക്ക് പൂതി പറഞ്ഞിട്ട് കൂണിടി ഈ ഇടി പൊട്ടിയാൽ ഇങ്ങനെ പറയും ഞങ്ങൾ കേട്ടോ, ഇത് കൂണ് പൊടിയാനുള്ളതാണെന്ന്. പക്ഷെ ഇടി പൊട്ടിയാലും സാധനം നമ്മൾക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം എന്ത് ചെയ്തു, അവിടെ സന്ധ്യച്ചിൻ്റെ കുട്ടി പോയിട്ട് കൊണ്ട് തന്നതാണ്. ഒരു ചെറിയ പാക്ക് കിട്ടും 60 രൂപയ്ക്ക്. അപ്പം ഞങ്ങൾ വേഗം എന്ത് ചെയ്തു, മല്ലി മുളകും മാത്രം ഇട്ടിട്ട് അമ്മയ്ക്ക് കുറച്ച് ചാറാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കി കഞ്ഞി കൊടുത്തതാണ്. നമ്മളെ കറി സെറ്റ് കേട്ടോ. മുകളിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്താലോ. ഇതിൻ്റെ മണമൊന്നും പുറത്തേക്ക് പോകാതൊക്കെ വേഗം ഇങ്ങോട്ട് മൂടി വെക്കുക കേട്ടോ. ഇനി മൺകലത്തിൽ വെച്ചാൽ പ്രത്യേക രുചിയാണ്. അപ്പോൾ മൺകലം ഉണ്ട്, അതേപോലെ ചിരട്ടക്കയിലും ഉണ്ട്. മൂടി വയ്ക്കാൻ പോവാണേ. അപ്പോൾ വേഗം കണ്ടോളിട്ടോ. പാർട്സ് വയ്ക്കാൻ പോവാണേ. പാർട്സിനും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചെറുള്ളിയും വെളുത്തുള്ളിയും കൂടി നല്ലോണം ഒന്ന് മൂപ്പിക്കാണ്. കുക്കറിൽ തന്നെ വെക്കണത്. നമുക്ക് വിറകില്ല, അതുകാരനാണ്. അല്ലാതെ ഈ ഗ്യാസിന് കുക്കറിൽ വെച്ചാൽ പിന്നെ എന്താ പറയുക, പാർട്സിന് വേവുള്ളത് കാരണം വിസിലടുപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇത് നല്ലോണം മൂപ്പിച്ചെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ ഈ മൂത്ത ഉള്ളിക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ. ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. നമ്മൾ വീട്ടിൽ പൊടിച്ച മല്ലി ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട്ടിലത്തെ മുളക് തന്നെ. മഞ്ഞൾപ്പൊടി ഇരിക്കുന്ന പാർട്സാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു കേട്ടോ. വെള്ളം ഇതിലുണ്ടാവും. പിന്നെ ഒരു 2-3 വിസിലടുപ്പിച്ചിട്ടുണ്ട് ഓഫാക്കി വെക്കാം കേട്ടോ.
അപ്പോൾ നമ്മൾ പാർട്സൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ചാണ് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ചോളൂ, പക്ഷെ ഇത് തന്നെ കുറച്ച് ചാറൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കൂടി ഒന്ന് വറ്റിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഉച്ചഭക്ഷണം ഇങ്ങനെയാണ്, പടുകൂട്ടാനും പാർട്സൊക്കെ ഇങ്ങനെ. അപ്പോൾ ഇന്നത്തെ വിശേഷം എത്രയുള്ളൂ കേട്ടോ. നമുക്ക് പിന്നെ കാണാൻ.